Hello friends, welcome to my YouTube channel Agus World. അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചുള്ള രണ്ട് വീഡിയോ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അരിത്മെറ്റിക് സീക്വൻസ് മൊത്തത്തിൽ ചാപ്റ്റർ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കേണ്ട രീതിയിൽ, ബൈ ഹാർട്ടാക്കി വെച്ചേക്കേണ്ട രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അത് നിങ്ങൾ ഫുള്ളും കാണുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതിൻ്റെ നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോയും ഇക്വേഷൻസ് കണ്ടതിന് ശേഷം നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോ കൂടി നിങ്ങൾ കാണുമ്പോൾ ആ ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിനേഷന് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസും ഫുൾ മാർക്ക്, അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ചുള്ള ഫുൾ മാർക്ക് മേടിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായിരിക്കും. അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഡെഫിനിഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്തെഴുതാൻ പറ്റും? അരിത്മെറ്റിക് സീക്വൻസ് ഡെഫിനിഷൻ എഴുതുവാണെങ്കിൽ എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് where you get the next number by adding or subtracting the same number. Same number every time. അതാണ് ഡെഫിനിഷനായിട്ട് പറയേണ്ട ഒന്നാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമാണിത്. അരിത്മെറ്റിക് സീക്വൻസ് ഡെഫിനിഷൻ: എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വേർ യു ഗെറ്റ് the next number by adding or subtracting the same number every time. കോമൺ അടുത്തതായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് ഡി എന്ന സിമ്പൽ ഉപയോഗിക്കാം. ഡി കണ്ടുപിടിക്കുന്നതിന് എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ്, അതിനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി എന്താണ്, ഏത് നമ്പറാണോ അതിന് തൊട്ട് മുമ്പിലുള്ള നമ്പർ എന്നർത്ഥം. എനി ടേം അത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചു വെച്ചേക്കണം. എനി ടേം മൈനസ് ദ ടേം ജസ്റ്റ് ബിഫോർ ഇറ്റ്. ജസ്റ്റ് ബിഫോർ ഇറ്റ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ടൈം, അടുത്ത പോയിൻ്റായിട്ട് മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കാനുള്ള എന്ത് ടൈം അതിന് എക്സ് എൻ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചാൽ എക്സ് എൻ ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. where x1 equal to the first term. where x1 equal to first term. d equal to കോമൺ ഡിഫറൻസ് ആണ് നിങ്ങൾക്കറിയാം, അത് ഞാൻ എഴുതുന്നില്ല. അതാണ് ഇതിനകത്തുള്ള മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സം ഓഫ് ദി ഫസ്റ്റ് n ടൈംസ്. സം ഓഫ് ദ first
n ടേംസ്, അതിനെ നമുക്ക് Sn എന്ന് സൂചിപ്പിച്ചാൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഓർ nth ടേം. ലാസ്റ്റ് ടേമിനെ തന്നെ നമ്മൾ എന്ത് പറയും? nth ടേം എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് എഴുതും അല്ലേ? അത് ഈ ഇക്വേഷൻ തന്നെ ഫോം കറക്റ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഇക്വേഷനാണിത്. ഇവിടെ x1 ആണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അന്നേരം Sn സം കണ്ടുപിടിക്കുന്ന രണ്ട് ഇക്വേഷൻ ഇവിടെ പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ ഈ ആദ്യം എഴുതിയേക്കുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഓർ ലാസ്റ്റ് ടേം, ഓർ Sn ഈക്വൽ ടു n/2 ഇൻറ്റു നമുക്ക് ആദ്യ പദവും നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും അറിയാവുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. ചില ബുക്കുകളിലൊക്കെ ഫസ്റ്റ് ടൈം എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്മാൾ ലെറ്റർ എ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഇന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസ് നല്ല രീതിയിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. ഒന്നുകൂടെ ഞാനൊന്ന് പറയാം, വ്യക്തമായി കേൾക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് where you get the next number by adding or subtracting the same number every time. കോമൺ ഡിഫറൻസിന് d എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചാൽ d കണ്ടുപിടിക്കുന്നതിന് ഏത് ടേമാണോ അത് മൈനസ് അതിന് തൊട്ട് മുന്നിലുള്ള ടേം, അതിന് നമ്മൾ ഇക്വേഷൻ d ഈക്വൽ ടു xn+1 മൈനസ് xn എന്ന് നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ nth ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉപയോഗിച്ചത് xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. എ ആണ് ഫസ്റ്റ് ടേമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ a പ്ലസ് n-1 ഇൻറ്റു d ആണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസും x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസുമാണ്. അതുപോലെ സം ഓഫ് ദി ഫസ്റ്റ് n ടൈംസ് കണ്ടുപിടിക്കുന്നതിന് Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം, അല്ലെങ്കിൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു സം ഓഫ് n ടൈംസ് ആണ് n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. വീഡിയോ ഫുള്ളും കാണുക. നല്ലത് മനസ്സിലാക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഉപയോഗപ്രദമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.